കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കൊല്ലത്തും ആഫ്രിക്കൻ ഒച്ച് പെറ്റുപെരുകി വൻതോതിൽ വിളകൾ നശിപ്പിക്കുന്ന ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം കൊല്ലം ജില്ലയിലും കണ്ടെത്തിയിരിക്കുന്നു. കരിപ്ര, കുഴിമതിക്കാട്, ചടയമംഗലം, കരിങ്ങന്നൂർ, പരവൂർ, മൺട്രോത്തുരുത്ത്, പാരിപ്പള്ളി തുടങ്ങിയ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആഫ്രിക്കൻ ഒച്ച് വ്യാപകമാവുകയാണ്. ലോകത്തിലെ വിനാശകാരിയായ ആദ്യ 100 അധിനിവേശ കീടങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ആഫ്രിക്കൻ ഒച്ച് കർഷകർക്ക് ഭീഷണിയാകുന്നത് മഴക്കാലത്താണ്. വാഴ, കപ്പ, ചേന, ചേമ്പ്, ഇഞ്ചി, ഫലവർഗ്ഗങ്ങൾ തുടങ്ങി 300-ലധികം വിളകളെ മുച്ചൂട് നശിപ്പിക്കുന്ന ആഫ്രിക്കൻ ഒച്ച് 2005 മുതലാണ് കേരളത്തിൽ കണ്ടു തുടങ്ങിയത്. സസ്യങ്ങളെ മാത്രമല്ല തടിയും സിമന്റും മണലും വരെ ഭക്ഷിക്കുന്ന ആഫ്രിക്കൻ ഒച്ച് കുടിവെള്ള സ്രോതസ്സുകൾ, വീടുകളിലെ താരതമ്യേന തണുപ്പും ജലാംശവുമുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ കൂട്ടമായെത്തി കാഷ്ടവും സ്രവവും കൊണ്ട് മലിനമാക്കും. 6 മുതൽ 10 വർഷം വരെയാണ് ആഫ്രിക്കൻ ഒച്ചിന്റെ ആയുസ്. പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ 20 സെന്റിമീറ്റർ വരെ വലിപ്പവും 250 ഗ്രാം തൂക്കവും ഉണ്ടാകും. അമിതമായ ചൂടും തണുപ്പും അനുഭവപ്പെടുന്ന അവസരത്തിൽ ആഫ്രിക്കൻ ഒച്ച് മണ്ണിനുള്ളിൽ 15 സെന്റിമീറ്റർ താഴ്ചയിൽ കുഴിയുണ്ടാക്കി കാലാവസ്ഥയെ അതിജീവിക്കും. മുട്ടകൾ സൂക്ഷിക്കുന്നതും മണ്ണിനടിയിലാണ്. 3 വർഷം വരെ ഭക്ഷണം കഴിക്കാതെ മണ്ണിനടിയിൽ ജീവിക്കാൻ ആഫ്രിക്കൻ ഒച്ചിന് സാധിക്കുമെന്നതും വ്യാപനം രൂക്ഷമാക്കും. ഉഭയലിംഗ ജീവിയായതിനാൽ ഇണചേരാതെ തന്നെ പ്രത്യുൽപാദന ശേഷിയുണ്ട് ആഫ്രിക്കൻ ഒച്ചിന്. 900 മുട്ടകൾ ഒരു വർഷം ഇടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നേരിട്ട് സ്പർശിച്ചാൽ ശരീരത്തിൽ ചൊറിച്ചിലും വ്രണവും ഉണ്ടായേക്കും. കുട്ടികളെ ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന നിമവിരകളുടെ സാന്നിധ്യവും ആഫ്രിക്കൻ ഒച്ചിൽ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് രോഗങ്ങൾ പടർത്തുന്ന നിരവധി ബാക്ടീരിയകളുമുണ്ട്. ഈസ്നോഫീലിക് മെനഞ്ചൈറ്റിസ് എന്ന രോഗം ഉണ്ടാക്കുന്ന എലികളുടെ ശ്വാസകോശങ്ങളിൽ ജീവിക്കുന്ന വിരകളും ആഫ്രിക്കൻ ഒച്ചിൽ കണ്ടെത്തിയിട്ടുണ്ട്. കാണുന്ന സമയത്ത് തന്നെ പിടികൂടി നശിപ്പിക്കുകയാണ് ഏക പ്രതിവിധി. തുരിശാണ് ഒച്ചിനെ നശിപ്പിക്കാനുള്ള പ്രധാന മാർഗം. തോട്ടത്തിൽ തുരിശ് വിതറുന്നതും തുരിശ് ലായനി തളിക്കുന്നതും ഫലപ്രദമാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 60 ഗ്രാം തുരിശ് ചേർത്ത് ഉണ്ടാക്കുന്ന ലായനി സ്പ്രേ ചെയ്തും ഇവയെ തുരത്താം. ഉപ്പ് വിതറിയും നശിപ്പിക്കാമെങ്കിലും ഇതിൻ്റെ സ്രവം പുറത്തു വരികയും ദുർഗന്ധം രൂക്ഷമാക്കുകയും ചെയ്യും. 500 ഗ്രാം ഗോതമ്പ് പൊടി, 200 ഗ്രാം ശർക്കര, 30 ഗ്രാം ഈസ്റ്റ് എന്നിവ വെള്ളത്തിൽ കലർത്തി ചണച്ചാക്കെടുത്ത് വിരിച്ചു വെച്ചാൽ ഇവയെ ആകർഷിക്കാനാകും. ഇവിടെ എത്തുന്ന ഒച്ചുകളെ കുഴിയെടുത്ത് ഉപ്പോ തുരിശോ ചേർത്ത് മൂടാവുന്നതാണ്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.